Hello guys, welcome to my channel Mr. Chef. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഔട്ട്ഡോർ കുക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ പാർട്ടായിട്ടുള്ള ഒരു ഫിഷിംഗ് ഗ്രൂപ്പ് ഉണ്ട് നമ്മളുടെ അബുദാബിയിൽ. മല്ലു ആംഗ്ലേസ് അബുദാബി എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ, ചെറിയൊരു ക്യാമ്പിംഗ് എല്ലാം കൂടിയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഷെഫ് എന്ന് പറയുന്നത് ഞാനാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു ഇതിനാവശ്യമായുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒന്ന് നേരത്തെ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബാർബിക്യൂ വീഡിയോ പ്ലസ് ക്യാമ്പിങ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമ്മള് നല്ല എന്റർടൈൻ പ്രോഗ്രാംസ് ഉണ്ടാവും, മ്യൂസിക് ഉണ്ടാവും, പാട്ടുകൾ പാടുന്നുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, അതുമാതിരി ചെറിയ കോമ്പറ്റീഷൻസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ കാണുക. എനിവേ നമുക്ക് ഇപ്പൊ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഡു സം ഷോപ്പിംഗ്. Up over black Cadillac, high heel boots and a sexy. അപ്പോൾ ഗൈസ് ഞാനിപ്പോ ചിക്കൻ മേടിക്കാൻ പോകുന്നത് നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ലുലു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ഞാനപ്പോ അവിടെ നിന്നാണ് സാധനം മേടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു ജസ്റ്റ് 2 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ നമ്മളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ മാരിനേഷനും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ലുലുവിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാം. Space coming closer for a taste, and I'll show you how I make everything just fade away. 'Cause she's like sex, drugs, cocaine, body so insane, jealous of the clothing that she wears up on that tight frame. All game, no shame, baby came here to play. I feel like an addict 'cause she's sex, drugs, cocaine. Got a fine little body and her mind's kinda naughty. They say that once you taste it, you cannot replace it. She could get you high, all the dopamine inside triggers fast once she's naked. Her body's a creation. They say the devil made her for his entertainment, but even he couldn't. അപ്പോൾ ഗൈസ് നമ്മളുടെ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നേരെ നമ്മൾ ശ്രീത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി മാരിനേഷനും കാര്യങ്ങളൊക്കെ ശ്രീത്തിന്റെ വീട്ടിൽ ചെന്നിട്ട്. ഓക്കെ, റെഡിയാണോ? നമ്മളപ്പോ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് സഹീറുണ്ട്. സഹീർ അതുമാതിരി തന്നെ വലിയൊരു യൂട്യൂബറാണ്, ടിക്ടോക്കിലെ ഫേമസ് യൂട്യൂബർ എല്ലാമാണ്. അപ്പൊ ഞങ്ങൾ 2 മാരിനേഷൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സഹീർ ഉണ്ടാക്കുന്ന ഏത് മാരിനേഷനാണ്? അത് ചിക്കൻ ടിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിക്യൂ മസാലയാണ്, സ്പെഷ്യൽ മസാല. ചിലപ്പോ ഞങ്ങൾ ഒരു 3 ഇതാവില്ലയോ, 3 സ്പ്ലിറ്റ് ആവും, ഒന്നും പറയില്ല. അപ്പൊ നമ്മളുടെ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നമ്മുടെ സഹീർ ഭായിയും അതുപോലെ ശ്രീജിത്ത് എല്ലാവരും കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലെമൺ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തായിട്ട് മാരിനേഷനിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് മാരിനേറ്റ്. അപ്പൊ ആദ്യം തന്നെ 1 കിലോ യോഗട്ട് നമ്മള് പാത്രത്തിലേക്ക് ഇടുകയാണ്. അയച്ചത് സവർ ക്രീമാണ്. നമ്മൾ മോസ്റ്റ്ലി മലയാളീസ് അധികം ഉപയോഗിക്കാത്ത ഒരു ഐറ്റം ആണ്. ഈ ഒരു സാധനം നല്ല ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യും. ഇത് ഫസ്റ്റ് ഇൻഫർമേഷൻ കേട്ടോ. ഞാനിത് യൂസ് ചെയ്തില്ല, പക്ഷെ ഇനിയിപ്പോ യൂസ് ചെയ്യും. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളുടെ ടേസ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യാം. നമ്മളൊരു 1.5 സവർ ക്രീം ഉപയോഗിക്കുന്നതില്. അപ്പൊ ഗൈസ് നമ്മുടെ അടുത്തായിട്ട് വരുന്ന സാധനം ഗാർലിക് പേസ്റ്റ് വിത്ത് ഗ്രീൻ ചില്ലിയാണ്. അപ്പൊ നമ്മൾ ഇത് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മുടെ മാരിനേഷനിൽ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഇതിന്റെ പകുതി എടുക്കാണ്. ശ്രീജിത്തിന്റെ റൂമിലാണ് വന്നേക്കുന്നത്. നമ്മളുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തതില് മെയിൻ ആളാണ്. അടിപൊളി. അപ്പൊ എന്തായാലും മറ്റേ നമുക്കൊരു 3 സ്പൂൺ കാശ്മീരി ചില്ലി കേട്ടോ. 1 2 3. ഓക്കെ, മഞ്ഞപ്പൊടി നമ്മളൊരു 1/2 സ്പൂണ്. മല്ലിപ്പൊടി നമ്മളൊരു 4 സ്പൂൺ ഇടണം. 1 2 3 4. അടുത്തൊരു സ്പെഷ്യൽ മസാലയാണിത്. 7 സ്പൈസസ്. അത് നമ്മളുടെ അറബികൾ വളരെയധികം ഉപയോഗിക്കുന്ന
അതുകൊണ്ട് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാല് നമ്മളുടെ ഇന്ത്യൻ സ്പൈസസ് തന്നെയാണ്, പക്ഷെ എന്തോ എക്സ്ട്രാ ഇതിലുണ്ട്. എനിവേ ഇത് നമ്മളൊരു 2 സ്പൂൺ ഇടാണ്. ഇതിന്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളുടെ ബാർബിക്യൂ ചിക്കന് 7 സ്പൈസ് ബാർബിക്യൂ ചിക്കൻ എന്ന് പറയാം, കാരണം ഇതിന്റെ മെയിൻ ഡൊമിനേറ്റ് ചെയ്യുന്ന ഫ്ലേവർ ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്കൊരു 2 സ്പൂൺ കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടാൽ മതി. എപ്പോഴും നമ്മൾ ഐറ്റംസ് കുറച്ചിടുക, അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആഡ് ചെയ്യാൻ. കൂടി പോയി കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമ്മൾ റെഗുലർ ചില്ലി പൗഡർ 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാല നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നാരങ്ങ നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് ഇടണം. വേറൊന്നുകൊണ്ടല്ല, നാരങ്ങ നമ്മളുടെ ചിക്കൻ ടെൻഡർ ചെയ്യാനും പെട്ടെന്ന് കുക്കാകാനും അതുമാതിരി ഒരു സവറി ടേസ്റ്റ് വരാനും നമ്മുടെ നാരങ്ങ വളരെയധികം ഹെൽപ്പ് ചെയ്യും. മെയിൻ കണ്ടന്റ് ഉപ്പാണ്, കാരണം ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബാക്കി എല്ലാ സ്പൈസസിന്റെ ഫ്ലേവർ ബ്രിങ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നമ്മൾ ഒരു പിടി, ഇപ്പൊ നിങ്ങളുടെ ഉപ്പിന്റെ ലെവൽ നിങ്ങൾക്ക് അത് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിലാണ് അടുത്തായിട്ട് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. സമുദായിയുടെ പിന്നെ മിസ്റ്റർ ഷെഫ് യൂട്യൂബ് ചാനൽ ജോണിന്റെ സ്പെഷ്യൽ മസാലയാണ്. നല്ല മണം വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മളൊരു 75% നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മള് ചിക്കൻ ഇതിലേക്ക് ഇടുകയാണ്. നമ്മള് 15 കിലോ ചിക്കനാണ് ഈ മാരിനേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മള് വിത്ത് ബോണാണ്, അടുത്ത് വരുന്നത് ബോൺലെസ് ആണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം വാഷ് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കവറിലിട്ട് അതിനകത്ത് ചെറിയൊരു ഓട്ടയൊക്കെ ഇട്ട് വെള്ളം വലിഞ്ഞു പോകാനുള്ള രീതിയിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടാണ്. നല്ല മണം വരുന്നുണ്ട്. ഇത് ഞങ്ങള് രാത്രി ബാർബിക്യൂ ഉണ്ടല്ലോ, ബാർബിക്യൂ മാത്രമല്ല, ഡാൻസ് ഉണ്ട്, മൊത്തം ഉണ്ട്, ശ്രീജിത്തിന്റെ പാട്ടുണ്ട്. അത് നമ്മള് ഒരു ഐസ് ബോക്സിലേക്ക് മാറ്റാണ്. നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ബാക്കി ഹാൻഡിൽ ചെയ്യുന്ന എളുപ്പത്തിനായിട്ട്. അടുത്തായിട്ട് നമ്മുടെ സുഹൃത്ത് സഹീറിന്റെ ഒരു മാരിനേഷൻ ആണ്. ബ്രോ, അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? നമ്മള് തൈര് ഇട്ടോ, തിക്ക മസാല, ഷാന്റെ തിക്ക മസാല ഒരു സ്പെഷ്യൽ മസാലയാണ്. തിക്ക മസാല നമ്മളൊരു 3 ഇട്ട്, കാരണം ഇതില് ഈ മസാലയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഉപ്പ് കാര്യങ്ങളെല്ലാം ചേർത്ത് വരുന്നതാണ് കേട്ടോ. മഞ്ഞപ്പൊടി, കാശ്മീർ ചില്ലി, നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന കാശ്മീർ ചില്ലി, പിന്നെ എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി 1 2 3. മല്ലിപ്പൊടി 2 സ്പൂൺ. ഇല്ല, മല്ലിപ്പൊടി കൂടുതൽ വേണ്ട. 1 സ്പൂൺ. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. നമ്മുടെ ജോണിന്റെ സ്പെഷ്യൽ 7 സ്പൈസസ് അതെന്തായാലും ഇടണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഇൻഫർമേഷൻ. നമ്മൾ ഓരോ ആൾക്കാരെ പുതിയ ഇൻഫർമേഷൻ പഠിക്കുന്നത്. ഇത് നമ്മൾ അധികം ഉപയോഗിക്കുന്ന ഒരു സ്പൈസസ് ആണ്, മെയിനായിട്ട് അറബിക് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചു കൊടുക്കുന്നത്. സവർ ക്രീം നമ്മളുടെ യോഗട്ട്, അത് മിൽക്ക് പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസി പ്ലസ് നമുക്കൊരു സവറി ടേസ്റ്റ് കൂടുതൽ വരാനായിട്ട് സവർ ക്രീമിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നാരങ്ങ അപ്പൊ നമുക്ക് പിടിയല്ലേ, ഈരുള്ള നാരങ്ങ കേട്ടോ. ഇതാ നല്ല നാരങ്ങ, നമ്മുടെ ഇന്ത്യൻ നാരങ്ങ. അടുത്ത് നമ്മളുടെ കേരളക്കാരുടെ സ്വന്തമായുള്ള കോക്കനട്ട് ഓയിൽ. ഓക്കെ, അതൊരു 3 സ്പൂൺ എങ്ങനെയാലും വന്നിട്ടുണ്ടാവും. 3 സ്പൂൺ വന്നു. സൂപ്പർ ടേസ്റ്റ്. ഓക്കെ, അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളത്, തന്തൂരി മസാല ഷാന്റെ നമ്മൾ ഈ ബ്രാൻഡുമായിട്ട് യാതൊരു അഫിലിയേഷൻ ഒന്നും ഉള്ളതല്ല. പക്ഷെ ഈ സാധനം മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയിപ്പോ ഇത് 1 ഓഫ് ദ ബെസ്റ്റ് മസാലയാണ് എന്റെ അഭിപ്രായത്തില്. മെയിൻ കണ്ടന്റ് ചേർന്നില്ല. മച്ചാ ഇത്ര വലിയ തള്ളൊക്കെ തള്ളിയെങ്കിലും മെയിൻ സാധനം മറന്നുപോയി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് നമ്മൾ ആഡ് ചെയ്യണം. അതുകൊണ്ടെല്ലാം മറന്നു പോയതുകൊണ്ടാ ഇത് ആരും എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. നമ്മുടെ ശ്രീജിത്ത് നമ്മള് കട്ട് ചെയ്തിരിക്കുന്ന ബോണിൻ ചിക്കൻ, വിത്ത് ബോണുള്ള ചിക്കനാണ് നമ്മൾ ആദ്യം ഇടുന്നത്. പിന്നെ കുറച്ച് ബോൺലെസ് കൂടെ വരുന്നുണ്ട്. നല്ലപോലെ മസാല എല്ലാം അങ്ങോട്ട് വരട്ടുക. എല്ലാം കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മള്. അടുത്തായിട്ട് നമ്മള് എവിടെ കാണും? ഐലൻഡിൽ പൊളിച്ചെടുക്കും. അപ്പൊ നമുക്ക് ഐലൻഡിൽ കാണാം. ഓക്കെ,
ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. മാരിനേഷൻ ചെയ്ത് ചിക്കൻ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്തായിട്ട് നമ്മള് ഇത് ഗ്രില്ല് ചെയ്യാൻ പോണ്. അപ്പൊ സൈന വെച്ചോടാ. വെച്ചോ. ഓക്കെ ഓക്കെ. അവിടെ അപ്പിറ്റൈസർ വന്നിട്ടുണ്ട്, സോസേജ്. അപ്പൊ നമ്മളുടെ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. ബാക്കി ഇതിന്റെ പുറകെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് അബുദാബി വല്യാഗ്ലേസ് കൊടുക്കുന്ന ഒരു 555ന്റെ പ്ലേസ് ഉണ്ട്. പിന്നെ സീ കാസ്റ്റ് കൊടുക്കുന്ന ലൂറ്, റീല്, റോഡ്, ഫുൾ സെറ്റ്. മിസ്റ്റർ ഷെഫ് യൂട്യൂബ് ചാനൽ ഉണ്ട്. എല്ലാവരും അത് ഗൈസ്, നമ്മളുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ പ്ലസ് നമ്മളുടെ ക്യാമ്പിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങളുടെ ഫുഡ് ഐറ്റം, അതുപോലെ ഡാൻസ്, സോങ്സ് എല്ലാം അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെയല്ലായിരുന്നോ? ഓക്കെ, നമുക്ക് അപ്രൂവ് കിട്ടിയിട്ടുണ്ട്. എനിവേ, ഇതുപോലത്തെ വീഡിയോസ് കാണുവാനായിട്ട് എന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. Until I see you with a different video. Bye bye.